സൗദി അറേബ്യയിലെ മദീനയ്ക്കടുത്ത് ബസ്സിന് തീപിടിച്ച് 45 ഉംറ തീർത്ഥാടകർക്ക് ദാരുണാന്ത്യം. ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ചവരെല്ലാം ഹൈദരാബാദ് സ്വദേശികളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ദുരന്തത്തിൽ അനുശോചനം അർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് തെലങ്കാന സർക്കാർ 5 ലക്ഷം രൂപ വീതം സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായിൽ നിന്ന് സുരേഷ് വെളിമുറ്റം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുരേഷ്, ഇത് മരിച്ചത് ഈ 45 പേരും ഹൈദരാബാദ് സ്വദേശികളാണ് എന്നതിനപ്പുറത്തേക്ക് ഇത് ആരൊക്കെയാണ്? മൃതദേഹം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞോ? പലതും കത്തിക്കരിഞ്ഞ നിലയിലാണ്, തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഈ ഉംറ തീർത്ഥാടനം നിർവഹിച്ച് തിരിച്ചു വരുന്ന ആളുകൾ മദീനയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. മദീനയിലേക്ക് വരുന്ന സമയത്ത് ബദറിനും മദീനയ്ക്ക് സമീപവും ആയിട്ടാണ്, അതിനിടയ്ക്ക് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഏതാണ്ട് ഒരു 45 മിനിറ്റ് മാത്രമേ അവർക്ക് മദീനയിലേക്ക് എത്താൻ പിന്നെ സമയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദാരുണമായ സംഭവം, പെട്രോൾ ടാങ്കറുമായി ഈ ബസ് കൂട്ടിയിടിക്കുന്നു. ബസ് ഈ അപകടമുണ്ടായ ഉടനെ തന്നെ ബസ്സിന് തീ പിടിക്കുന്നു. അതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. പ്രാദേശിക സമയം രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. എല്ലാവരും തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന്റെ ക്ഷീണത്തിലും ഉറക്കത്തിലുമൊക്കെ ആയിരുന്നു എല്ലാവരും. അതും മരണസംഖ്യ ഉയരാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും തീപിടുത്തമുണ്ടായ ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. കാരണം അത്രത്തോളം പെട്രോൾ എല്ലാം കൂടെ ആളി കത്തുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ദുരന്തമുണ്ടാകുന്നു. ഈ മരിച്ചവരെല്ലാവരും തന്നെ ഹൈദരാബാദ് സ്വദേശികളാണ്. ഏതാണ്ട് 54 പേരാണ് ഹൈദരാബാദിൽ നിന്ന് ഉംറ തീർത്ഥാടനത്തിന് പോയത്. ആ 54 പേരിൽ 4 പേര് കാറിൽ സഞ്ചരിച്ചു, 4 പേര് മക്കയിൽ തന്നെ തങ്ങി, ഈ സംഘത്തിന്റെ ഒപ്പം മടങ്ങിയില്ല. അങ്ങനെ 8 പേര് ഒഴികെ ബാക്കി 46 പേരാണ് ആ ബസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 45 പേരും മരിച്ചു. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഡ്രൈവർ അടക്കം 45 പേരും മരിച്ചു. 25 വയസ്സുള്ള ഒരാൾ മാത്രമാണ് അബ്ദുൽ ഷുഹൈബ്. അദ്ദേഹം മാത്രമാണ് ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. മദീനയിലെ ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ മറ്റൊരു കാര്യവും ഇവാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആളുകളുടെ പേര് വിവരം ഉണ്ടെങ്കിൽ പോലും ഈ മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും ഒന്നും പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം അത്രയ്ക്ക് വലിയ ദുരന്തമുണ്ടാകുന്നു. ശരീരഭാഗങ്ങളൊക്കെ അഗ്നിക്കിരയാകുന്നു. അതുകൊണ്ട് തന്നെ ആളുകളെ പലരെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മൃതദേഹം തിരിച്ചറിയുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും ഇപ്പോൾ ഒരു അനിശ്ചിതത്വമുണ്ട്. ഉമ്മൈബ, സുരേഷ്, വലിയ ദാരുണമായിട്ടുള്ള ദുരന്തമാണ്. കാരണം 45 പേർ ഒറ്റയടിക്ക് അങ്ങനെ മരിച്ചു പോവുക, അതും ഉംറ തീർത്ഥാടനത്തിന് എത്തിയവരാണ്. ഇവരുടെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സർക്കാർ വൃത്തങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? ആ തരത്തിലുള്ള ഇതിപ്പോൾ നാട്ടിലേക്ക് ആരുടെ മൃതദേഹങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും അവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ ഇപ്പോൾ തെലങ്കാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ സുരേഷ്? ഉമ്മൈവാൻ, അത്യന്തം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, ഒരു കുടുംബത്തിലെ 18 പേർ മരിച്ചു ഈ ദുരന്തത്തിൽ എന്നതാണ്. കാരണം ഹൈദരാബാദിൽ നിന്നും വന്നിട്ടുള്ള ഒരു കുടുംബത്തിലെ 18 പേർ മരിക്കുന്നു, മറ്റൊരു കുടുംബത്തിലെ 4 പേർ മരിക്കുന്നു. ഇങ്ങനെയാണ് ഈ ദുരന്തം ഇത്രയ്ക്ക് വ്യാപകമായി ഓരോ കുടുംബങ്ങളെയും അവിടെ ബാധിച്ചിട്ടുള്ളത്. ഏതായാലും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വിഷയത്തിൽ ഇടപെടുകയും ഉമ്മൈവാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തെലങ്കാനയിൽ നിന്നും പ്രത്യേക സംഘത്തെ സൗദി അറേബ്യയിലേക്ക് അയച്ചിട്ടുമുണ്ട്. സൗദി അറേബ്യൻ തലസ്ഥാനമായിട്ടുള്ള റിയാദിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും ഇത് രണ്ടും കൂടെ ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളും ഒക്കെ നോക്കുന്നത്, മേൽനോട്ടം വഹിക്കുകയൊക്കെ ചെയ്യുന്നത്. തെലങ്കാനയിൽ നിന്നും എത്തിയിട്ടുള്ള സംഘമുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം അറിയിച്ചതും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൗദി അധികൃതരുമായി ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും മറ്റ് നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കാൻ സൗദി അറേബ്യയുടെ പൂർണ്ണ സഹായവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്.